ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള ദൈവജനമേ, ഇന്ന് ഒരു നല്ല ദിവസമാണ്. എന്തെന്നാൽ നമ്മുടെ ദൈവം ഒരു പ്രത്യേക ദൂത് നിങ്ങളെ അറിയിക്കാനായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നുമല്ല, അനേകം ആളുകൾ ഭയപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. കുറ്റബോധം കൊണ്ട് നീറിപ്പുകയുന്ന കുറേ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ എന്തൊക്കെയോ പാപം ചെയ്തു പോയിട്ടുണ്ട്, പാപികൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അവകാശമില്ല, പാപം ചെയ്തു പോയവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല, ഞങ്ങളൊക്കെ വലിയ പാപികളാണ്, ഞങ്ങൾ ചെയ്തു പോയ പാപത്തിൻ്റെ ഫലമാണ് ഇന്ന് ഞാനും എൻ്റെ കുടുംബമൊക്കെ അനുഭവിക്കുന്ന ഈ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും. ഞങ്ങളുടെ പൂർവികർ ചെയ്തു പോയ പാപങ്ങൾ, ഞങ്ങളുടെ ബന്ധുക്കൾ, സഹോദരങ്ങൾ, കൂടപ്പിറപ്പുകൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ ഇന്ന് ഞങ്ങളെ വേട്ടയാടുന്നുണ്ട്. ഈ പാപങ്ങൾ മൂലമാണ് ഞങ്ങളുടെ കുടുംബം ഇന്ന് തകർച്ചയിൽ കഴിയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകളും ഒരുപാട് പേടികളും ഭയമൊക്കെ ആയിട്ട് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളോട് ഇന്ന് നമ്മുടെ ദൈവം സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്താണെന്നല്ലേ? പ്രാർത്ഥനയോടെ നമുക്ക് ഈ സ്വരങ്ങൾ കേൾക്കാം. വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്, പാപം ചെയ്തവനെ തേടി വരുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് നമുക്ക് വരുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, ആദ്യ മനുഷ്യനായ ആദം, അവൻ ഒരു പാപം ചെയ്തു, ദൈവത്തിൻ്റെ വചനം അവൻ ലംഘിച്ചു, ദൈവത്തിൻ്റെ കൽപ്പന ധിക്കരിച്ചു, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ആ മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു. തെറ്റ് ചെയ്ത ആദം ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പാപം ചെയ്ത ആദം ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നുണ്ട്. എന്നാൽ ദൈവമോ ആദത്തെ തേടി വരുന്നുണ്ട്. തെറ്റ് ചെയ്ത ആദത്തെ, പാപം ചെയ്ത ആദത്തെ, ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ച ആദത്തെ തേടി വരുന്ന ഒരു ദൈവത്തെയാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് കാണിച്ചു തരിക. സ്നേഹമുള്ളവരെ, നമ്മുടെ ദൈവം നമ്മുടെ അപ്പനാണ്. നമ്മൾ ഓരോരുത്തരും ആ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, മക്കളാണ്. സ്വന്തം മക്കള് ഒരു തെറ്റ് ചെയ്താൽ, സ്വന്തം മക്കള് അഴുക്കിലേക്ക് വീണുപോയാൽ, അശുദ്ധിയിൽ വീണുപോയാൽ, ഏതെങ്കിലും മാതാപിതാക്കൾ അവരെ തഴയുമോ, ഉപേക്ഷിക്കുമോ? ആ മകളെ തനിക്ക് വേണ്ട എന്ന് ഏതെങ്കിലും ഒരു അപ്പൻ, ഏതെങ്കിലും ഒരു അമ്മ പറയുമോ? സാധാരണ മനുഷ്യരായ നമ്മൾ സ്വന്തം കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ കൈപിടിച്ച് കയറ്റാൻ പരിശ്രമിക്കുന്നവരാണ്. ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളോ വീഴ്ചകളോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാൻ പരിശ്രമിക്കുന്നവരാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും. അപ്പോൾ പിന്നെ സർവശക്തനായ നമ്മുടെ ദൈവം ഏതെങ്കിലും ഒരു പാപം ചെയ്തു എന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും മക്കളെ തള്ളിക്കളയുമോ? നാളിതുവരെയുള്ള നമ്മുടെ അറിവ്, പല മതത്തിൽ നിന്നും ലഭിച്ച അറിവ്, പല മനുഷ്യരിൽ നിന്നും നമുക്ക് കിട്ടിയ അറിവ്, നമ്മുടെ തന്നെ ഉൾവിളികൾ, നമ്മുടെ തന്നെ തോന്നലുകൾ, ഇതെല്ലാം നമ്മെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് മനുഷ്യൻ പാപം ചെയ്തു പോയ പാപത്തിന് മനുഷ്യനെ ശിക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ദൈവമാണ് നമുക്ക് ചുറ്റിലുള്ളത് എന്ന്. എല്ലാ മതങ്ങളും ഏത് പുരോഹിതരും പഠിപ്പിക്കുന്നത്, ധ്യാന ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നത്, പാപം ചെയ്തവനെ ശിക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ദൈവത്തെയാണ്. എന്നാൽ വിശുദ്ധ ബൈബിൾ നമ്മെ പരിചയപ്പെടുത്തുന്നു, പാപം ചെയ്തു പോയ മനുഷ്യനെ തള്ളിക്കളയാനല്ല, അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന സ്നേഹമുള്ള ഒരു അപ്പനായ ദൈവത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ദൈവം നമ്മെ ഓരോരുത്തരെയും തേടി വരുന്നുണ്ട്. സ്നേഹിത, നീ ഹിന്ദുവാണോ, നീ മുസൽമാനാണോ, നീ ക്രിസ്ത്യാനിയാണോ, നീ ഏത് മതത്തിൽപ്പെട്ടവനാണോ, നോട്ടമേ ഇല്ല ദൈവത്തിൻ്റെ മുമ്പിൽ.
കാരണം മതം സൃഷ്ടിച്ചത് മനുഷ്യനാണ്. മതത്തിൻ്റെ ആ മതിൽക്കെട്ടിലൂടെ മനുഷ്യരെ വേർതിരിച്ചത് മനുഷ്യനാണ്, ദൈവമല്ല. അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കുക, നീ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ശരി, ഈ സ്വരം കേൾക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയണേ. നീ ചെയ്തു പോയ പാപത്തിന്റെ പേരിൽ നിന്നെ തള്ളിപ്പറയാനല്ല ദൈവം നിന്നെ അന്വേഷിക്കുന്നത്. ദൈവം എന്നെ അന്വേഷിക്കുന്നുണ്ട്, ദൈവം നിന്നെ അന്വേഷിക്കുന്നുണ്ട്, ദൈവം ഓരോരുത്തരും അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്തു പോയ പാപത്തിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ദൈവം നമ്മെ അന്വേഷിക്കാൻ വരുന്നത്. എന്താ അർത്ഥം? ഞാനും നിങ്ങളും ചെയ്തു പോയ സകലവിധ പാപങ്ങൾക്കും പരിഹാരം ചെയ്തു കഴിഞ്ഞു. അവൻ കാൽവരിയിൽ കുരിശിന്റെ മധ്യത്തിൽ കിടന്നുകൊണ്ട്, കുരിശിൽ 3 ആണികളാൽ തറയ്ക്കപ്പെട്ട് എനിക്കും നിനക്കും വേണ്ടി, ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടി പാപത്തിന്റെ പരിഹാരം ചെയ്തു കഴിഞ്ഞു. അതാണ് നമ്മുടെ ദൈവം, യേശു ക്രിസ്തു. ആ ദൈവം നിന്നെ വിളിക്കുന്നത് ശിക്ഷിക്കാനല്ല സ്നേഹമുള്ളവരെ, പിന്നെയോ നിന്റെ പാപത്തിന് പരിഹാരം ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി നീ സമാധാനത്തോടെ ജീവിച്ചു കൊള്ളുക. ഇത് പറയാനാ ദൈവം നിന്നെ അന്വേഷിക്കുന്നത്. പാപിയെ തേടി വന്ന ദൈവമാണ് നമുക്കുള്ളത്. പക്ഷെ നമ്മൾ ഇതുവരെയും ഈ സത്യം അറിഞ്ഞിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്ത പാപത്തിൻ്റെ ആ ഫലത്തിൽ കിടന്ന് ഞാൻ കഷ്ടത അനുഭവിക്കുന്നു എന്ന് നമ്മിൽ പലരെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൂർവിക ശാപമാണ്, എൻ്റെ പിതാക്കന്മാർ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലമാണ് ഞാൻ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാനുള്ള കാരണം ഇതാണ്. എൻ്റെ പാപത്തിന് പരിഹാരം യേശു ചെയ്തു എന്ന് വിശ്വസിക്കാൻ തയ്യാറാകാത്തവരാണ് ഈ കൂട്ടർ. എന്നാൽ നീ ഒരു സത്യം അറിഞ്ഞുകൊള്ളുക, നീ പാപിയാണ്. എന്നാൽ നിന്റെ പാപങ്ങൾക്ക് ദൈവപുത്രനായ യേശു ക്രിസ്തു പരിഹാരം ചെയ്തു കഴിഞ്ഞു. നീ ഹിന്ദു ആയാലും മുസൽമാനായാലും നസ്രാണിയായാലും ആരായാലും നിന്റെ സകല പാപങ്ങളും യേശു ക്രിസ്തു കുരിശിലെ ബലിയിലൂടെ തുടച്ചു നീക്കി. നീ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി, പിശാചിന്റെ സകല അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ വേണ്ടി കർത്താവ് ഈ ഒരു ദൗത്യം നമുക്ക് ചെയ്തു തന്നു കഴിഞ്ഞു. ഞാനും നീയും ഇത് വിശ്വസിച്ചാൽ മാത്രം മതി. നിന്റെ സൃഷ്ടാവായ ദൈവത്തോട്, യേശുനാഥനോട്, നീ ഏത് മതത്തിൽപ്പെട്ടവനായാലും സാരമില്ല, നീ തെറ്റ് ചെയ്തു എന്ന് ഒന്ന് സമ്മതിച്ചാൽ മതി. നിന്റെ തെറ്റിന് പരിഹാരം ചെയ്തവനെ നീ ഒന്ന് വിശ്വസിച്ചാൽ മതി. ഫലമോ സമാധാനത്തോടുള്ള ജീവിതം, സന്തോഷത്തോടുള്ള ജീവിതം നിനക്ക് സാധ്യമാകും. ഇതല്ലാതെ എൻ്റെയോ നിൻ്റെയോ ഒരു പ്രയത്നം കൊണ്ടും ഒരു പാപത്തിന് പരിഹാരം ചെയ്യാൻ സാധിക്കില്ല. പറഞ്ഞു വന്നത് ഇത്രമാത്രം, പാപം ചെയ്ത മനുഷ്യനെ വെറും കൈയോടെ പറഞ്ഞയച്ചവനല്ല നമ്മുടെ ദൈവം. പാപം ചെയ്ത് അശുദ്ധിയിലായിപ്പോയ തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ അവൻ്റെ പുറകെ ഇറങ്ങി വന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. 99 നീതിമാന്മാരെ വിട്ട് കൂട്ടം തെറ്റിപ്പോയ ഒരു ആടിനെ അന്വേഷിച്ച്, കാണാതെ പോയ ഒരു ആടിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവം ആ കാണാതായ ആടിനെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ശിക്ഷിക്കുകയല്ല ചെയ്തത്, തോളിലേറ്റി തൻ്റെ കൂട്ടത്തിലേക്ക് കൊണ്ടുവന്നു. പ്രിയ ദൈവജനമേ, ഞാനും നിങ്ങളും ചെയ്തു പോയതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യാൻ പോകുന്നതുമായ സകലവിധ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്ത് കഴിഞ്ഞവൻ ഒരുവനുണ്ട്. അവൻ്റെ പേരാണ് ദൈവപുത്രനായ യേശു ക്രിസ്തു. ഞാനും നിങ്ങളും ആ യേശുവിനെ ഒന്ന് വിശ്വസിക്കുക, ചെയ്തു പോയ സകല പാപങ്ങൾക്കും മാപ്പ് ചോദിക്കുക. ഇത്രയേ വേണ്ടൂ. നിന്റെ പാപങ്ങൾക്ക് പരിഹാരം ലഭിച്ചു കഴിഞ്ഞു. ഇതൊന്ന് വിശ്വസിച്ച് ഏറ്റെടുക്ക്. നിന്റെ ജീവിതത്തിലെ സകല ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും നിന്റെ പാപമാണ് കാരണമെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ, ആ പാപത്തിന്റെ ബന്ധനം അഴിച്ചു കളയുന്ന സർവശക്തനായ ദൈവത്തെ നീ ഒന്ന് ആശ്രയിക്കൂ. നിന്റെ സകല പാപങ്ങൾക്കും പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു. ഇനി നീ ആ പാപം പേറി നടക്കേണ്ട കാര്യമില്ല. നിന്റെ പാപമോചകനായ യേശു ക്രിസ്തുവിനോട് നീ ചെയ്തു പോയ സകലവിധ പാപങ്ങൾക്കും മാപ്പ് ചോദിക്കുക മാത്രമേ വേണ്ടൂ. എൻ്റെയും നിൻ്റെയും ദൈവം കരുണയുള്ളവനാണ്. നീ ഏത് ജാതിയിൽപ്പെട്ടവനാണെന്നോ, ഏത് മതത്തിൽപ്പെട്ടവനാണെന്നോ, നീ ഏത് തരം പാപം ചെയ്തവനാണെന്നോ ഇവിടെ മുഖനോട്ടം ഇല്ല.
ദൈവം നിന്നെ തേടി വരുന്നുണ്ട് കുഞ്ഞെ. ദൈവം എന്നെ തേടുന്നുണ്ട്. ദൈവം നിന്നെ തേടുന്നുണ്ട്. ദൈവം നിന്റെ കുടുംബത്തിൽ ഓരോരുത്തരെയും തേടുന്നുണ്ട്. അത് നിന്നെ ശിക്ഷിക്കാനല്ല, നിന്നെ നേടിയെടുക്കാനാണ്, നിന്നെ രക്ഷിക്കാനാണ്. നീ ചെയ്ത പാപത്തിന്റെ പരിഹാരം ചെയ്തു കഴിഞ്ഞു എന്ന സത്യം നിന്നെ അറിയിക്കാനാണ് നിന്റെ ദൈവം നിന്നെ തേടി നടക്കുന്നത്. ഇന്ന് ദൈവത്തെ നീ കണ്ടുമുട്ട്. സത്യദൈവത്തെ നീ അറിയൂ. നിന്നെ തേടി നടക്കുന്ന നിന്റെ ദൈവത്തെ നീ ഒന്ന് വിശ്വസിക്കൂ. ആ ദൈവത്തിന് മുമ്പിൽ നീ ഒന്ന് തലകുനിക്കൂ, ഒന്ന് എളിമപ്പെടൂ. നീ ചെയ്തു പോയ സകല പാപങ്ങൾക്കും ഒന്ന് മാപ്പ് ചോദിക്കൂ. നീ നിന്റെ ആത്മാവിനെ രക്ഷിക്കാൻ ആഗ്രഹിക്കൂ. നിത്യനരകത്തിൽ നിന്ന്, നിത്യനാശത്തിൽ നിന്ന് സർവശക്തനായ ദൈവം എൻ്റെയും നിന്റെയും ആത്മാവിനെ മോചിപ്പിക്കട്ടെ. നമുക്ക് ആശ്രയിക്കാം ദൈവത്തെ മാത്രം. എൻ്റെ ഒരു പാപവും ദൈവം മറ്റൊരു മനുഷ്യനോടും പറഞ്ഞ് എന്നെ നാണം കെടുത്തില്ല. എൻ്റെയും നിന്റെയും ഏത് പാപമായിക്കൊള്ളട്ടെ, മറ്റൊരു മനുഷ്യനോട് നിന്റെ ദൈവം നിന്റെ പാപത്തെക്കുറിച്ച് പറയില്ല. അത് ഗ്യാരണ്ടിയാണ്. സമരിയക്കാരി സ്ത്രീയുടെ അടുത്തേക്ക് യേശു നടന്നു വന്നത് കിലോമീറ്ററുകളോളമാണ്. വന്നത് എന്തിനു വേണ്ടിയായിരുന്നു? പാപം ചെയ്തു കൂട്ടിയ ആ സഹോദരിയുടെ പാപങ്ങൾ ക്ഷമിച്ച് അവളെ വിശുദ്ധയാക്കാൻ ആഗ്രഹിച്ചിട്ടായിരുന്നു നിന്റെ തമ്പുരാൻ ആ സഹോദരി അടുത്ത് വന്നത്. സമരക്കാരി സ്ത്രീയുടെ അടുത്തേക്ക് പുറപ്പെടുമ്പോൾ യേശുവിൻ്റെ കൂടെ 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. എന്നാൽ യേശു ആ സ്ത്രീയോട് സംസാരിക്കുന്ന സമയം യേശു തനിച്ചായിരുന്നു. തൻ്റെ 12 ശിഷ്യന്മാരെയും കർത്താവ് ഭക്ഷണം വാങ്ങാൻ പട്ടണത്തിലേക്ക് പറഞ്ഞു വിട്ടിരുന്നു. സ്നേഹമുള്ളവരെ, എന്താണ് അർത്ഥമാക്കുന്നത്? ഈ സഹോദരി പറയുന്ന ഒരു രഹസ്യങ്ങളും മറ്റൊരു മനുഷ്യനും അറിയരുത് എന്നെൻ്റെ യേശുവിന് നിർബന്ധം ഉണ്ടായിരുന്നു. പൊന്നുമക്കളെ, നീ ഏത് മതത്തിൽപ്പെട്ടവനായാലും സാരമില്ല, നീ ഏത് ജാതിയിൽപ്പെട്ടവനായാലും സാരമില്ല, നീ പറയുന്ന ഒരു പാപവും നിന്റെ കർത്താവ് ഓർത്തു വയ്ക്കില്ല. നിന്റെ ഒരു രഹസ്യ പാപവും ദൈവം മറ്റൊരാളുടെ മുമ്പിൽ വെളിപ്പെടുത്തില്ല. നിന്നെ ഒരു തരത്തിൽ നാണം കെടുത്തില്ല. പിന്നെയോ നീ പറയുന്ന പാപങ്ങൾ നിന്റെ ശിരസിൽ നിന്ന് മാച്ചു കളഞ്ഞ്, നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞ്, നിന്നെ കഴുകി വൃത്തിയുള്ള നല്ല പരിശുദ്ധിയുള്ള ഒരു പൈതലാക്കി മാറ്റും. നിന്റെ ആത്മാവിനെ നിത്യനരകത്തിൽ നിന്ന് മോചിപ്പിക്കും. ഇതൊന്ന് വിശ്വസിക്കേ. ഭയപ്പെടാതെ ജീവിക്കേ. പാപത്തിൻ്റെ കുറ്റബോധത്തിൽ നിന്ന് നിങ്ങളൊന്ന് മുക്തരാകൂ. പണ്ടെങ്ങോ ചെയ്തു പോയ പാപത്തിൻ്റെ കുറ്റബോധവും പേറിക്കൊണ്ട് ആത്മഹത്യയിലേക്ക് പോലും പോയിക്കൊണ്ടിരിക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾ ഈ സ്വരം ഒന്ന് കേൾക്കൂ. ഇന്ന് ദൈവം നിന്നോട് സംസാരിക്കുന്ന ദിവസമാണ്. ഇന്ന് സദ്വാർത്തയുടെ ദിവസമാണ്. ഈ സ്വരം കേൾക്കുന്ന എല്ലാവരും തന്നെ പാപത്തെക്കുറിച്ച് അനുതപിച്ച് യേശു ക്രിസ്തുവിനോട് ഏറ്റു പറഞ്ഞാൽ മാത്രം മതി. നിന്റെ ആത്മാവിനെ കർത്താവ് രക്ഷിച്ചുകൊള്ളും. ഒന്ന് വിശ്വസിക്ക്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ രക്ഷിക്കട്ടെ. സകലവിധ പാപങ്ങളിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിക്കട്ടെ. ഒരു പിശാചിനും നമ്മുടെ മേൽ അവകാശം ഉണ്ടാകാതിരിക്കട്ടെ. ഞാനും നിങ്ങളും ഏറ്റുപറയുന്ന, ദൈവത്തോട് ഏറ്റുപറയുന്ന ഒരു പാപവും കർത്താവ് മറ്റൊരു മനുഷ്യന് മുമ്പിൽ വെളിപ്പെടുത്തില്ല. അതൊന്ന് വിശ്വസിക്കേ. ധൈര്യമായിട്ടിരിക്കെ. നിന്റെ ഒരു പാപത്തിനും നീ ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല. ഇത് പാപം ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് കണക്കാക്കരുതേ. മറിച്ച് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാളിച്ചകളെ ഓർത്ത് സങ്കടപ്പെടുകയും ഭാരപ്പെടുകയും കുറ്റബോധം കൊണ്ട് നീറുകയും ചെയ്യുന്നവർക്കുള്ള ദൂതാണ്. പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. അറിയാതെ ചെയ്തു പോയ പാപത്തിന് പരിഹാരം ചെയ്തവൻ നിന്റെ ദൈവം നിന്നെ തേടുന്നുണ്ട്. അത് നിന്നെ ശിക്ഷിക്കാനല്ല, നിന്നെ രക്ഷിക്കാനാണ്. ഈ സത്യം ഒന്ന് അറിയിക്കാനാണ് കർത്താവ് ഇന്ന് എന്നെ ഉപയോഗിക്കുക. സ്നേഹമുള്ളവരെ, ദൈവം നമ്മെ അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോക്കേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.